ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് രാവിലെ തന്നെ വീട്ടിലെത്തി. 5:10 എത്തേണ്ട നമ്മുടെ കൊച്ചുവേളി എക്സ്പ്രസ് അല്ല, തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് 1 മണിക്കൂർ 10 മിനിറ്റ് വൈകി 6:30 അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. രാവിലെ സ്കൂളിൽ പോകണം. എന്താണ് രാവിലെ കഴിക്കാനെന്ന് ചോദിച്ചപ്പോൾ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും വീട്ടിലുണ്ട്, അതുകൊണ്ട് 2 ടൈപ്പ് വെച്ച് 2 പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അരിപ്പൊടിയുടെ പുട്ടും ഗോതമ്പ് പൊടിയുടെ പുട്ടും ഉണ്ടാക്കി. പുട്ടാണ് ഇന്നത്തെ ദിവസം എന്തുകൊണ്ടും നല്ലത്. കാരണം 2 ദിവസത്തെ ബാംഗ്ലൂർ തള്ളുകൾ സ്കൂളിൽ പോയിട്ട് നല്ല രീതിയിൽ തള്ളാൻ പുട്ടുപോലൊരു ഭക്ഷണം വേറൊന്നുമില്ല അല്ലേ. നമ്മളോട് പലരും ചോദിക്കാറുണ്ട്, തള്ളുമ്പോൾ രാവിലെ നീ പുട്ടാണോ തിന്നതെന്ന്. അമ്മാതിരി തള്ളായിരിക്കും പുട്ട് തിന്നാൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളത്തിനും രാവിലെ പുട്ട് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി 2 ദിവസത്തെ തള്ളുകൾ സ്കൂളിലെ കുട്ടികൾ എങ്ങനെ സഹിക്കുമോ എന്തോ അറിയില്ല, കാണാം. യാദൃച്ഛികമായിട്ട് ഞാൻ നോക്കിയപ്പോഴാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു അതിശയം. രാവിലെ ഞങ്ങൾക്ക് കിട്ടി എല്ലാം പായാണ്. പുട്ട്, പഴം, പയർ, പാല്, പൂപ്പ പാപ്പ. എന്തോ ഒരു അതിശയോക്തി അല്ലേ. അങ്ങനെ കഴിക്കുമ്പോൾ ഞങ്ങൾ പരസ്പരം ഫുഡെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. നമ്മളെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം. നമ്മുടെ സ്നേഹം ഷെയർ ചെയ്യണം, നമ്മുടെ സന്തോഷം ഷെയർ ചെയ്യണം, നമ്മുടെ ദുഃഖവും ഷെയർ ചെയ്യണം. ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ സ്നേഹം നമ്മൾ ഷെയർ ചെയ്താൽ അത് ഇരട്ടിക്കും. സ്നേഹമോ സന്തോഷമോ ആയിക്കൊള്ളട്ടെ, അത് ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു ലഭിക്കും. അതുപോലെ നമ്മുടെ സങ്കടമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പകുതി ഭാരം നമുക്ക് പോയി കിട്ടും. അപ്പോൾ ഫുഡും ലവും എല്ലാം നമ്മൾ ഷെയർ ചെയ്യുക. കുട്ടികളെയും അത് പഠിപ്പിക്കുക. അത് പഠിപ്പിക്കാനായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. പലരും അമ്പലങ്ങളിൽ വരുമ്പോൾ മോനെ തൊഴടാ, പ്രാർത്ഥിക്കടാ, നമസ്കരിക്കടാ എന്ന് പറയുന്നു. നേരെ അങ്ങനെ പറയുന്നതിനോടൊപ്പം നമ്മളത് ചെയ്ത് കാണിച്ചാൽ അവരും നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യും. അങ്ങനെ രാവിലത്തെ ഭക്ഷണമെല്ലാം കഴിച്ച് സ്കൂളിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. ഇപ്പോൾ നമ്മുടെ സൂര്യൻ്റെ ഒരു മെയിൻ പരിപാടി രാവിലെ 9 മണി മുതൽ 10:30 വരെ ഇങ്ങോട്ട് വരാറേയില്ല. നല്ല അടിപൊളി മഴയായിരിക്കും. കുട്ടികൾ സ്കൂളിലെത്തിയ ഉടനെ നമ്മുടെ സൂര്യൻ ചേട്ടൻ തിരിച്ചു വരും. വൈകിട്ടും അത് തന്നെ പരിപാടി. 3 മണിയാകുമ്പോഴേക്കും സൂര്യൻ എവിടെയോ പോകും. നല്ല അടാറ് മഴയായിരിക്കും. 4 മണി വരെ ആ മഴ പെയ്യുന്നുണ്ടാകും. കുട്ടികളെ സ്കൂളിൽ നനയിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയായിരിക്കാം. ഞാൻ മുന്നിൽ നടന്നു, കുട്ടികളെ കാണാനില്ല. തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണിത്. ഇത് കണ്ടപ്പോൾ അവനെക്കൊണ്ട് ഒന്നുകൂടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യിപ്പിച്ചതാണ്. കാരണം വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല അവൻ ചെയ്തത്. ചിലപ്പോൾ അവർ തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ ഇന്ത്യയും ഇസ്രയേലും പോലെയാണ്. എന്നാൽ ചില സമയത്തോ ഇന്ത്യയും പാകിസ്ഥാനും പോലെയാണ്. എന്തായാലും കളിച്ചും ചിരിച്ച് ഞങ്ങൾ സ്കൂളിൽ കൃത്യസമയത്തെത്തി. മഴയായതുകൊണ്ട് ഇന്ന് നേരത്തെ വിടുമോ എന്തോ, കാത്തിരുന്ന് കാണാം.